നമസ്കാരം. SK എജു ടോക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. +1 ബോർഡ് എക്സാം എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ 5th ചാപ്റ്ററായ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ആകെ ഒരു ടോപ്പിക്ക് മാത്രമാണ് ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുള്ളത്. ആൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഓൾജിബ്ര. ഇതിൽ ഹെഡിങ് തന്നെ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ്. അതിൽ ഈ കോംപ്ലക്സ് നമ്പർ എന്നുള്ള പാർട്ടിലെ ഒരു ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹെഡിങ് ഉണ്ടെങ്കിലും ആ ഒരു ചാപ്റ്ററിൽ ഉണ്ടെങ്കിലും പക്ഷെ അത് ഈ വർഷം ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്കാണ് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പർ. ഇതിൽ കുറച്ച് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അതിൻ്റെ പ്രോപ്പർട്ടി അത് മാത്രമായിട്ടുള്ളൂ. ഇത് ജസ്റ്റ് വെറും സിമ്പിൾ ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഫോക്കസ് ഏരിയ കിട്ടിയപ്പോൾ നല്ലൊരു സിമ്പിൾ ചാപ്റ്റർ ആയിട്ടാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പറായി മാറിയത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പവർ നോക്കാം. പവർ അതായത് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത് കോംപ്ലക്സ് നമ്പർ എന്നാൽ ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടുമുള്ള ഒരു കോംപ്ലക്സ് നമ്പർ, ഒരു നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ എന്ന്. പിന്നെ കോംപ്ലക്സ് നമ്പർ ഞാൻ ആദ്യം പറഞ്ഞുതരാം. കോംപ്ലക്സ് നമ്പർ എന്നാൽ ഒരു A+IB എന്നൊരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ എ എന്ന് പറഞ്ഞത് റിയൽ പാർട്ടും IB എന്നുള്ളത്, അതായത് B ഒപ്പം I എന്നുള്ള പാർട്ടാണ് ഇമാജിനറി പാർട്ട്. അത് നമ്മൾ ഇമാജിനായിട്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ്. സോ ഒരു കോംപ്ലക്സ് നമ്പർ Z എന്ന നെയിമിലാണ് അറിയുക. എക്സാമ്പിൾ Z = 1+2i ഇങ്ങനെയാണ് നെയിം ചെയ്യുക. Z = 1+2i. പെൻസിലേറ്റ് ചെയ്തിട്ട് ക്ലിയർ ഒക്കെ ഉണ്ടല്ലോ. ദെൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിന് റിയൽ പാർട്ട്, അതായത് ഈ എ എന്നുള്ള പാർട്ടിന് റിയൽ പാർട്ടും B എന്നുള്ള പാർട്ടിനെ IB എന്നുള്ള ഈ പാർട്ടിനെ ഇമാജിനറി പാർട്ടായിട്ടാണ് പറയപ്പെടുക. സോ റിയൽ പാർട്ടിനെ ഇനോട് ചെയ്യൽ RE ഓഫ് Z = A. ദെൻ ഇമാജിനറി പാർട്ടിനെ IM ഓഫ് Z = B. അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. സോ കോംപ്ലക്സ് നമ്പർ എല്ലാവർക്കും മനസ്സിലായില്ലേ. സോ അതിലുള്ള I ഇല്ലേ, അത് ഒരു വെറും ഒരു I എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ √-1 ആണ്. √-1 ആണ് Iൻ്റെ വാല്യൂ. I² ആകുമ്പോൾ √-1 ഇൻറ്റു √-1. I² ആകുമ്പോൾ √-1 ഇൻറ്റു √-1 പറഞ്ഞാൽ ഒരേപോലത്തെ റൂട്ടിൽ ഒരേപോലത്തെ വന്നാൽ ആ ഉള്ളിലുള്ള എന്താണോ അതാണ് ആൻസർ ആയിട്ട് വരിക. ഇത് -1 വരും. സോ I² = √-1. ദെൻ I³ എന്ന് പറഞ്ഞാൽ I² ഇൻറ്റു I അല്ലേ, I² ഇൻറ്റു I അല്ലേ. ഈ I² നമുക്ക് എന്ത് കിട്ടി? -1 അല്ലേ. സോ -1 ഇൻറ്റു I = -i. സോ I³ = -i. ഓക്കെ. I⁴ വരുമ്പോൾ 1 വരും. കാരണം I² അതായത് I⁴ വരുമ്പോൾ I² ഇൻറ്റു I² അല്ലേ, I² ഇൻറ്റു I² അല്ലേ. സോ I² പറഞ്ഞാൽ -1 ഇൻറ്റു ദെൻ വേണ്ടൊരു I² വരുമ്പോൾ -1. സോ -1 ഇൻറ്റു -1 വരുമ്പോൾ 1 ആയിട്ടാണ് ആൻസർ വരുന്നത്. ഈ 4 കാര്യങ്ങൾ, ഈ 4 Iയും I²ഉം I³ I⁴ നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം. then നമുക്ക് I⁵ ഇത് നോക്കാം. I⁵ നോക്കുമ്പോൾ I⁴ ഇൻറ്റു I എന്നല്ല വരിക. ഈ I⁴ നമുക്ക് എന്താ കിട്ടി? 1 അല്ലേ കിട്ടിയത്. സോ ഇതിൽ 1 ഇൻറ്റു I = I എന്ന് വന്നു. സോ I⁵ I ആണ്. I എന്ന് പറഞ്ഞാൽ √-1 ആണ് കേട്ടോ. ഇത് നമ്മൾ മേലെ പറഞ്ഞല്ലേ, I എന്ന് പറഞ്ഞാൽ √-1. ദെൻ I⁵ പറഞ്ഞാൽ I⁴ ഇൻറ്റു I². സോ ദെൻ I⁴ വരുമ്പോൾ 1 ആണ്. I² എന്ന് പറഞ്ഞാൽ -1 ആണ്. 1 ഇൻറ്റു -1 വരുമ്പോൾ നമുക്ക് -1 തന്നെയാണ് കിട്ടുക. ദെൻ I⁵ എന്ന് പറയുമ്പോൾ I⁴ ഇൻറ്റു I³ അല്ലേ, I⁵. ദെൻ I⁴ എന്ന് പറയുമ്പോൾ 1. I³ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കണം? -i അല്ലേ കിട്ടിയത്, -i ആണ് കേട്ടോ. സോ -i
ഇവിടെ ആൻസർ -i ആണ്. ദെൻ i⁻8 നോക്കുമ്പോൾ i⁴ ഇൻറ്റു i⁴ i⁴ ഇൻറ്റു i⁴. ദെൻ 1 ഇൻറ്റു 1 1. അതായത് 4ൻ്റെ മൾട്ടിപ്പിളൊക്കെ ആൻസർ 1 ആയിട്ടായിരിക്കും വരിക. ദെൻ 4ൻ്റെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ അതായത് ഇപ്പോൾ i⁴ വന്നപ്പോൾ 1 വന്നു, i⁸ വന്നപ്പോൾ 1 വന്നു. ദെൻ i⁴ അതായത് 4ൻ്റെ മൾട്ടിപ്പിൾക്ക് 1 കൂട്ടിയാൽ അവിടെ എങ്ങനെയായാലും നമുക്ക് കിട്ടുക i ആണ്, അല്ലെങ്കിൽ √-1 അതന്നെ i. ദെൻ അതായത് 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ അതായത് i⁴ മൾട്ടിപ്പിൾ +2 വന്നാൽ -1 കിട്ടും. അതായത് ഈ 2ല്ലേ -1 കിട്ടും. ദെൻ i⁴ മൾട്ടിപ്പിൾ +3 വന്നാൽ -i കിട്ടും. നമുക്കിവിടെ i3 -i കിട്ടിയിട്ടുണ്ട്. 4ൻ്റെ മൾട്ടിപ്പിളുള്ള എല്ലാ i⁴ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതൊക്കെ ഒന്നായിരിക്കും. +1 അല്ലെങ്കിൽ +2 അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം. i⁴k + 1 = i ആണ്. എങ്ങനെയായാലും i ആണ്. അതിന് പറഞ്ഞുതരാം. അപ്പോൾ 4ന് അതായത് കേക്ക് നമുക്ക് -2 കൊടുത്താൽ -8 + 1 -7 i⁴k അതായത് ഇവിടെ കേക്ക് -1 കൊടുത്താൽ ഇവിടെ എക്സെട്ര ഉണ്ട് കേട്ടോ. 4k -1 കൊടുത്താൽ -1 × 4 വരുമ്പോൾ -4 +3 പറയുമ്പോൾ +1 പറയുമ്പോൾ അത് -3 ആയിട്ട് മാറും. കാരണം മൈനസ്ക്ക് പ്ലസ് ചെയ്യാൻ. ദെൻ i⁴k 0 എഴുതുമ്പോൾ 0 പറയുമ്പോൾ 4k ഉള്ള കേക്ക് 0 കൊടുത്താൽ 4 ഇവിടെ 0 ആവും. സോ i ഇവിടെ i ആകുമ്പോൾ √-i വേണ്ട. ദെൻ നമുക്ക് 0 കൊടുക്കണ്ട കേട്ടോ. ദെൻ 1 കൊടുത്ത് നോക്കുമ്പോൾ 4 × 1 എന്ന് പറയുമ്പോൾ 4 + 1 i⁵. ദെൻ 5 അതേപോലെ അത് കഴിഞ്ഞ് പിന്നെ i⁻2 വരുമ്പോൾ 2 വരുമ്പോൾ i⁻2 വരുമ്പോൾ 8 വരുന്ന പിന്നെ 9 1 കൂട്ടുക. ദെൻ 13 വരും. ദെൻ 17 വരും. അങ്ങനെ പോകും. അതായത് i⁻−7 വന്നാൽ ആൻസർ i ആയിരിക്കും. i⁻−3 വന്നാൽ ആൻസർ i ആയിരിക്കും. i⁵ വന്നാൽ ആൻസർ i ആയിരിക്കും. ദെൻ i⁻1 അതായത് ഇവിടെ 0 കൊടുത്താലും i⁻1 i n ആയിരിക്കും. ദെൻ i⁻13 വന്നാൽ i n ആയിരിക്കും ആൻസർ. i⁻17 കൊടുത്താൽ i n ആയിരിക്കും ആൻസർ. അതേപോലെ തന്നെ ദെൻ ഇതൊക്കെ ഇവിടെ എന്താ വെച്ചാൽ i⁴k പ്ലസ് അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ +1. ഇതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. i⁻37 എന്ന് പറയുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ഇതിനടുത്തുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? i⁻36 അല്ലേ? അതായത് 9 × 6 9 × 4 അല്ലേ 36 +1 അല്ലേ? അപ്പോൾ അതായത് ഇതിൽ നിന്ന് 4ൻ്റെ മൾട്ടിപ്പിളൊക്കെ വെട്ടി കുറക്കുക. പിന്നെ എന്താണ് കിട്ടുന്നത്? 1 2 3 ഈ 3ൽ ഏതാണ് കിട്ടുന്നത്? അതാണെങ്കിൽ അത് 1 ആണെങ്കിൽ i കൊടുക്കുക. ദെൻ 2 ആണെങ്കിൽ -1 കൊടുക്കുക. 3 ആണെങ്കിൽ -i കൊടുക്കുക. ഇത് i⁻2 ആകുമ്പോൾ i⁻34 × i i⁻36 × i. ദെൻ i⁻36 × i വരുമ്പോൾ ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1 കൊടുക്കുക × i. സോ ഇത് സിമ്പിളാണ് i. അതേപോലെ തന്നെ 2 വരുമ്പോൾ -1 വരും. ദെൻ 4k + 3 വരുമ്പോൾ -i വരും. ഇത് സിമ്പിളായിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കിയിട്ട് പിന്നെ അതിൽ ബാക്കി എത്ര വരുന്നത്? 1 ആണെങ്കിൽ i, ദെൻ 2 ആണെങ്കിൽ -1, 3 ആണെങ്കിൽ -i. ദെൻ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. i⁻73 - i⁻24 + i⁻34. i⁻73 പറയുമ്പോൾ i⁻72 പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളാണ്. സോ i⁻72 വരുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1 ആണ്. നമ്മൾ വെറുതെ എഴുതണ്ട. പിന്നെ നമുക്ക് റിമൈൻഡർ വരുന്നത് ഇങ്ങനെ 73 - 72 വരുമ്പോൾ 1 ആണ് വരുന്നത്. 1 ആകുമ്പോൾ i ആണ് വരിക. നമ്മളവിടെ പറഞ്ഞ പോലെ 1 വരുമ്പോൾ i. ദെൻ
-24 ആണ് വരുന്നത്. 4 × 6 അല്ലേ, 4 × 6 24 ആണ്. സോ ഒരു 1 വരും. ഇത് ഐ ആണ് കേട്ടോ, ഇത് 1 വരും. 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1 വരും. ദെൻ പ്ലസ് I⁻34. 34 4ൻ്റെ മൾട്ടിപ്പിളാണ്. 32 4ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 32 4ൻ്റെ മൾട്ടിപ്പിൾ. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് 32 കുറച്ചാൽ പിന്നെ ഉള്ളത് റിമൈൻഡർ 2ആണ്. ഈ 2ൻ്റെ ഇതെന്തായിട്ട് വരിക, -1 ആണ് വരിക. നമ്മളിവിടെ പറഞ്ഞില്ല I², അതായത് ഇവിടെ I⁻32 × I² വരൂലേ. അപ്പോൾ ഇത് എന്തായാലും 1 ആണ് വരിക. 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1. ദെൻ I² ആകുമ്പോൾ -1. സോ ഇത് ഈക്വൽ ടു അല്ല കേട്ടോ, ഇവിടെ I² ആണ് വരിക. I²ന് -1 കൊടുക്കുക. സോ ഇത് ചെയ്യാം, അതായത് -1 -1 -2 I⁻². ഇതാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയത്. ഇതിൻ്റെ കോംപ്ലക്സ് നമ്പർ കിട്ടിയിട്ടുണ്ട് -2 + I എന്നുള്ള. ഇതാണ് ഈ ഒരു ഇത് ചെയ്താൽ നമുക്കുള്ള കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് I⁻²2003 എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും ഒരു കോംപ്ലക്സ് നമ്പർ പോലെ ആക്കി എഴുതണം. സോ I⁻²2003 എന്നുള്ളത് ഇവിടെ മൈനസ്, അതായത് ഇൻവേഴ്സ് പോലെയാണ് ഇത് വരുന്നത്. I⁻²2003. സോ അത് നമ്മൾ ഫസ്റ്റ് I⁻²2000 1/I⁻²2003 എന്നാക്കി കൊടുക്കാം. അതായത് ഈ മൈനസ് പോകണമെങ്കിൽ നമ്മളത് ഇൻവേഴ്സ് ആക്കിയിട്ട് കൊടുക്കണം. ദെൻ ഇതിൻ്റെ അടുത്തുള്ള, അതായത് ഇതിന് ഏറ്റവും അടുത്തുള്ള അതായത് ഇതിനേക്കാൾ കൂടുതലായിട്ട്, അതായത് 2003 വലുതാണ് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് 2000 പറഞ്ഞാൽ ഒരു 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. അതായത് 500 × 4 ആണ് 2000. അതിലേക്ക് ഒന്ന് കൂട്ടി, അതായത് ഒരു 4 കൂട്ടിയാൽ അതായത് 2 അതായത് 2004 ആണ് വരിക. ദെൻ I⁻²2004, അതായത് 2004 മേലെ എഴുതുക. I⁻²2003 ഇവിടെ എഴുതുക. ദെൻ ഇതിന്, അതായത് I⁻²2004 - I⁻²2003. ഇത് നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് എത്ര, I ആണ് കിട്ടുന്നത്. വെറും ഒരു I ഉണ്ടാവുക. ഇവിടെ മൈനസ് ആകുമ്പോൾ I. ഈ I എന്ന് പറയുമ്പോൾ √-1. ഇത് പറഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. 0 + 1I. ഈ ഒരു കോംപ്ലക്സ് നമ്പറാണ് നമുക്ക് ഇത് ചെയ്തപ്പോൾ കിട്ടിയത്. I⁻²2004 അതായത് ഇത് ഇൻവേഴ്സ് ഉള്ളത് ഇൻവേഴ്സ് ആക്കി, അതായത് -2003 എന്നുള്ളത് ഇൻവേഴ്സ് ആക്കി എഴുതുക. ദെൻ അതിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ അടുത്തുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണോ അത് എടുത്തിട്ട് അത് കൊണ്ട് മേലെ മൾട്ടിപ്പിൾ ചെയ്യുക. ദെൻ മേലത്തെ അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അതായത് A⁻n/A⁻m എന്ന് പറഞ്ഞാൽ A⁻n - m എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനൊരു ഫോം ഉണ്ട് കേട്ടോ. അതായത് മേലത്തതിൽ നിന്ന് അടിയത്ത് മൈനസ് ചെയ്യാം, ഡിവൈഡ് വരുമ്പോൾ മൈനസ് ചെയ്യാം. ദെൻ A⁻n × A⁻m എന്ന് പറഞ്ഞാൽ A⁻n + m എന്നും നമുക്ക് എഴുതാം. ഓക്കെ. ദെൻ ഇനി അടുത്ത ടോപ്പിക്കാണ് അഡീഷൻ. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. ഒരു കോംപ്ലക്സ് നമ്പർ Z1 = A + IB. ദെൻ മറ്റൊരു കോംപ്ലക്സ് നമ്പർ Z2 = C + ID. ദെൻ അതെങ്ങനെ ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ Z1 + Z2 നമ്മൾ സാധാരണ ചെയ്യില്ല. അതായത് A + IB എന്നുള്ളത് രണ്ടിലെയും റിയൽ നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. ദെൻ രണ്ടിലെയും ഇമാജിനറി നമ്പർ ആഡ് ചെയ്യാം. ഇതാണ് സംഭവം. ദെൻ ഒരു എക്സാമ്പിൾ പറയാം. Z1 = 3 + 4I. Z2 = 7 + 2I. ദെൻ Z1 + Z2 = 3 + 4I + 7 + 2I. ദെൻ ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും റിയൽ നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. ദെൻ 3 + 7 = 10 + 4I + 2I. 4I + 2I വരുമ്പോൾ 6I ആയിട്ടാണ് വരിക. ദെൻ മനസ്സിലായില്ലേ, അതാണ് അഡീഷൻ. ദെൻ ഇനി സബ്സ്ട്രാക്ഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോംപ്ലക്സ് നമ്പർ Z1 = A + IB. Z2 = C + ID. ദെൻ Z1 - Z2 = A + IB - C + ID. അങ്ങനെ ചെയ്താൽ, അതായത് ഈ Z1 - Z2. ദെൻ രണ്ടിൻ്റെയും റിയൽ നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് ചെയ്യുക ആദ്യം. A - C പ്ലസ് ദെൻ രണ്ടിലെയും ഇമാജിനറി പാർട്ടിൻ്റെ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യും.
ഇതുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ Z1 = 3 + 4i, Z2 = 7 + 2i, Z1 - Z2 = 3 + 4i മൈനസ് ബ്രാക്കറ്റ് ഇടണം കേട്ടോ. മൈനസ് ഇട്ടാൽ അതായത് ബ്രാക്കറ്റ് ഇടണം 4 + 2i. ആദ്യം ഇതിൽ നിന്ന് ആദ്യം ബ്രാക്കറ്റ് ആക്കിയാൽ 3 + 4i - 7 പ്ലസ് മൈനസ് വന്നാൽ മൈനസ് വരും 2i. ദെൻ 3 - 7 എന്ന് പറയുമ്പോൾ 3 - 7 -4 + 4 - 2i എന്ന് പറയുമ്പോൾ 2i. ഇതാണ് അത് കിട്ടിയുള്ള ആൻസർ. സോ അതും ഇത് രണ്ടും അതായത് അഡീഷണൽ സബ്സ്ട്രാക്ഷനൊക്കെ വെരി സിമ്പിളാണ്, നല്ല സിമ്പിളാണ്. സാധാരണ നമ്മൾ കൂട്ടണേ കുറക്കണേ എങ്ങനെയാണോ രണ്ടിൻ്റെ റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ രണ്ടിൻ്റെ റിയൽ നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുക. ദെൻ അതായത് ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ഡിഫറൻസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. ദെൻ മൾട്ടിപ്ലിക്കേഷൻ മൂന്നാമത്തെ അതിലെ മൂന്നാമത്താണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാറും ഉണ്ട്. സാധാ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണമെന്നുണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർ പറഞ്ഞാൽ ഇപ്പോൾ ഒരു Z1 = 3 + 4i എന്ന് തന്നു. ഇതിനെ നമ്മൾ 5 കൊണ്ട്, അതായത് ഇതിനെ ഒരു കോംപ്ലക്സ് നമ്പർ അല്ല, ജസ്റ്റ് നമ്മളൊരു സ്കേലാർ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 5Z1 എന്ന് കൊടുത്താൽ 5 × Z1 ആണ്. അപ്പോൾ 5 × 3 + 4i, 5 × 3 15 + 5 × 4 20i. ഇത്ര ഉള്ളൂ സ്കേലാർ ചെയ്യുക. അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇവിടെ 3Z1 ആണ് തന്നിട്ടുള്ളതെങ്കിൽ 3 × 3 + 4i അങ്ങനെ ചെയ്താൽ മതി. ദെൻ മൾട്ടിപ്ലിക്കേഷനിൽ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന പോലെ തന്നെ Z1 × Z2 = 3 + 4i × 7 + 2i. 3 + 4 അതായത് 3 × 7 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കൽ 3 × 7 21. ദെൻ 3 × 2i പ്ലസ് 3 × 2i എന്ന് പറയുമ്പോൾ 6i. ദെൻ 4 × 7 4i × 7 എന്ന് പറയുമ്പോൾ 28i. ദെൻ 4i × 2i എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഐയും അതായത് 4 × 2 8. ദെൻ i × i² ആണ് വരുന്നത്. ഈ i² നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് -1 ആണെന്ന്. ദെൻ 21 + 6i പ്ലസ് അതായത് 28 + 6 പറയുമ്പോൾ 34i -8 21 - 8 വരുമ്പോൾ 13 + 34i ആണ് ഇതിന് മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തില്ല എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി. ദെൻ അടുത്തതാണ് ഡിവിഷൻ. അതായത് Z1 = 3 + 4i തന്നിട്ടുണ്ട്, Z2 = 7 + 2i എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് Z1 / Z2 = 3 + 4i മേലെ ഇത് സാധാ ഡിവിഷൻ തന്നെ, പക്ഷേ ജസ്റ്റ് ഒരു മാറ്റമുണ്ട് 2i. ദെൻ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ അടിയിൽ തന്ന, അതായത് നമുക്ക് അടിയിലുള്ള അതിൻ്റെ ഇമാജിനറി പാർട്ടിനെ നെഗറ്റീവ് ആക്കുക. 7 + 2i എന്നുള്ള 7 - 2i എന്ന് എടുത്തിട്ട് അതിനെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. 7 - 2i / 7 - 2i. ഇത് രണ്ടും ബ്രാക്കറ്റ് പോലെ, അതായത് 3 + 4i × 7 - 2i / ഇവിടെ ഒരു ഇതുണ്ട്, അതായത് a² - b² = a + b a - b. a + b മൾട്ടിപ്പിൾ ചെയ്താൽ ഇവിടെ a² - b² എന്ന് കിട്ടും നമുക്ക്. സോ ഇവിടെ നമുക്ക് എന്താ ഇവിടെ a + b, അതായത് a + b × a - b അല്ലേ. സോ അവിടെ നമുക്ക് 7² - 2² 2² i² ഉണ്ട് കേട്ടോ, i². ദെൻ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × 7 ഇത് നമ്മൾ മേലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതന്നെ ഇങ്ങോട്ട് എടുത്ത് ഇതാണ് കേട്ടോ. 2i + 6i 28i + 8 × i². മേലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇതേ എക്സാമ്പിളാണ് കൊടുത്തത്. സോ അതിൻ്റെ ഫസ്റ്റ് വരി ഞാൻ എടുത്ത് നോക്കണ്ടേ.
ദെൻ ഡിവൈഡ് ബൈ 7 സ്ക്വയർ വരുമ്പോൾ 49 മൈനസ് 4 അതായത് 2 സ്ക്വയർ 4 ദെൻ ഐ സ്ക്വയർ വരുമ്പോൾ -1 ആണ്. സോ അപ്പോൾ ഇവിടെ പ്ലസ് ആവും. 49 പ്ലസ് 4 ആയിട്ട് വരും. 21 പ്ലസ് 6i പ്ലസ് 28i പ്ലസ് 8 ഇൻറ്റു ഐ സ്ക്വയർ വരുമ്പോൾ -1 വരുമ്പോൾ ഇവിടെ മൈനസ് വരും. സോ 21 മൈനസ് 8 13 പ്ലസ് 6 പ്ലസ് 28 വരുമ്പോൾ 34i ഡിവൈഡ് ബൈ 49 പ്ലസ് 4 53. ദെൻ ഇതിന് ആൻസർ ഇതിന് കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ 13/53 മൈനസ് 34/53i. സോ ഡിവിഷൻ ഇത്രേ ഉള്ളൂ കേട്ടോ. അതായത് ആദ്യം Z1/Z2 എന്ന് ചെയ്ത 2ൻ്റെ അടിയിലുള്ള ഇതിൻ്റെ ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആയിട്ട് അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് എടുക്കുക. അതായത് ലാസ്റ്റ് കിട്ടുന്നതാണ് കോംപ്ലക്സ് നമ്പർ. അതിന് ആൻസർ വരും. ദെൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. അഡീഷൻ്റെ അതേ തന്നെയാണ് സബ്സ്ട്രാക്ഷനും വരിക, പ്രോപ്പർട്ടീസ് തന്നെയാണ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ അത് തന്നെയാണ് ഡിവിഷനും വരിക. ദെൻ ഫസ്റ്റ് അഡീഷൻ്റെ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ Z1 പ്ലസ് Z2 ഈസ് എ കോംപ്ലക്സ് നമ്പർ. എങ്ങനെ വന്നാലും Z1ഉം Z2ഉം കൂട്ടിയാൽ, അതായത് ഒരു കോംപ്ലക്സ് നമ്പറും മറ്റൊരു കോംപ്ലക്സ് നമ്പറും കൂട്ടിയാൽ അതിന് കിട്ടുന്ന ആൻസറും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. ദെൻ അതിൽ രണ്ടാമത്തെ ലോ പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ ടു Z2 പ്ലസ് Z1. അതായത് Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്താലും Z2 പ്ലസ് Z1 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താലും ആൻസറൊക്കെ ഒരുപോലെ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ചെയ്യാം. Z1 പ്ലസ് Z2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, Z2 പ്ലസ് Z1 എന്നാലും കുഴപ്പമില്ല. ദെൻ അസോസിയേറ്റീവ് ലോ Z1 പ്ലസ് Z2 ബ്രാക്കറ്റിൽ, അതായത് 3 സംഭവം ഒപ്പം ആഡ് ചെയ്യുമ്പോൾ Z1 പ്ലസ് Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3. ആദ്യം ഇത് രണ്ടും കൂട്ടിയിട്ട് മറ്റൊന്നിനോട് കൂട്ടിയാലും കുഴപ്പമില്ല, പിന്നെ അല്ലെങ്കിൽ ആദ്യം ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് പിന്നെ കൂട്ടിയാലും കുഴപ്പമില്ല. ഇത് എങ്ങനെയും കൂട്ടാം. ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനോട് ഒരു സംഭവം, അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനോട് നമ്മൾ ഒരു സാധനം കൂട്ടിയാൽ അല്ലെങ്കിൽ കുറച്ചാൽ ഫസ്റ്റത്തെ ആ കോംപ്ലക്സ് നമ്പറില്ല അതന്നെ കിട്ടണം. സോ അതന്നെ കിട്ടണമെന്ന് വെച്ചാൽ Z+0 കൂട്ടിയാൽ നമുക്ക് ആ സംഭവം ചെയ്യാം. അതായത് 0 എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. 0+0i. സോ ഇതിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറഞ്ഞാൽ 0 ആണ് കേട്ടോ. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് Z1 പ്ലസ് മൈനസ് Z1 ഈക്വൽ ടു 0. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ മറ്റൊരു സാധനം കൂട്ടിയാൽ അത് 0 കിട്ടണം, അതിന് ആൻസർ 0 കിട്ടണം. സോ Z1 അത് 0 കിട്ടണമെങ്കിൽ അതന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്യല വേണ്ടത്. സോ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ Z1 എടുത്താൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ -Z1 ആയിരിക്കും വരിക. ദെൻ -Z1 ആണ് നമ്മൾ ഫസ്റ്റത്തെ കോംപ്ലക്സ് നമ്പർ കിട്ടിക്കണമെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പറയുമ്പോൾ Z1 ആയിരിക്കും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ ലോകൾ ഫസ്റ്റ് പറയുമ്പോൾ, അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ 1 ഇൻറ്റു, അതായത് Z1 ഇൻറ്റു Z2 മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടുക. അതായത് Z1ഉം ഒരു 2 കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ അതിന് ആൻസറും കിട്ടില്ല, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. ദെൻ രണ്ടാമത്തെ Z1 ഇൻറ്റു Z2 ഈക്വൽ ടു Z2 ഇൻറ്റു Z1 കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. അതായത് Z1 ഇൻറ്റു Z2 എന്ന് ഗുണിച്ചാലും ആൻസർ കിട്ടും, Z2 ഇൻറ്റു Z1 എന്ന് ഗുണിച്ചാലും ഒരേ ആൻസറിനായിരിക്കും കിട്ടുക. ദെൻ ഫോർത്ത് ലോ പറയുമ്പോൾ ഡിസ്ട്രിക്റ്റീവ് ലോ Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 ഇൻറ്റു Z2 പ്ലസ് Z2 ഇൻറ്റു Z3. നമുക്ക് Z1, അതായത് ആദ്യം ഇത് രണ്ടും കൂട്ടിയിട്ട് അതിനെ Z1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നമുക്ക് ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. സോ Z1 ഓഫ് Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 Z2 പ്ലസ് Z2 Z3. അതാണ് ഡിസ്ട്രിക്റ്റീവ് ലോ. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി. ഒരു കോംപ്ലക്സ് നമ്പർ അതിനെ കൊണ്ട് ഒരു സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫസ്റ്റത്തെ അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടണം. സോ അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലാണ് അതേ കോംപ്ലക്സ് നമ്പർ കിട്ടുള്ളൂ. സോ 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 ആയി. ഇത്
ഇതാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് സെഡ് ഇൻവേഴ്സ് ഈക്വൽ ടു 1/z. 1/z ഇൻവേഴ്സ്, അതായത് z ഇൻവേഴ്സ് പറയുമ്പോൾ 1/z. ഇതിൽ 1/z എന്നുള്ള ആ ഒരു സംഭവമാണ് 1 കോംപ്ലക്സ് നമ്പറുള്ള, അതാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വരിക. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതൊരു കമ്പൽസറിയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ നേരിട്ട് ചോദിക്കൊന്നുമില്ല. ഇങ്ങനെ ഇത് ഏത് ലോ ആണ് അങ്ങനെ ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങളതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഓരോന്ന് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലോസ് ഒക്കെ തന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പഠനപരമായ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഓക്കെ, ബൈ.